മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുക എന്ന ഉദ്ദേശം അവിടേക്ക് സമരവുമായി കടന്നുപോയ യുക്കോൺസ് പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അവിടെ സ്വാഭാവികമായും സാധാരണ രീതിയിൽ മന്ത്രി വസതികൾക്ക് മുമ്പിലൊക്കെ സമരങ്ങൾ വരുന്ന സമയത്തൊക്കെ അത് തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇന്ന് തടയാൻ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വീഴ്ച ഉണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇന്റർവെൻസ് സംവിധാനങ്ങളുടെ പോരായ്മയാണ്. അപ്പോൾ അത് അവിടെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത് പോലീസിൻ്റെ വീഴ്ചയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയെ കൂടി മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വലിയ പ്രൊപ്പഗൻഡകൾ അവർ അടിച്ചിറക്കുന്നത് മാത്രമേ ഉള്ളൂ. പാർട്ടി നേതാക്കന്മാർ ഈ സമരത്തിൻ്റെയും അല്ലെങ്കിൽ സമരരീതിയും തള്ളിപ്പറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ തള്ളിപ്പറയാൻ തയ്യാറല്ല. അവർ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന പൊതുസമൂഹം ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഒരു സമരമാണ്. അത് എത്രയോ ജനങ്ങളുടെ, എത്രയോ നിരാലംബരും നിരാശ്രയമായ സാധാരണക്കാരുടെ നെഞ്ചിൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ പോരായ്മകൾ കൊണ്ട് റീത്ത് വെക്കപ്പെടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ഞാൻ എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കോട്ടയത്ത് മകൾക്ക് കൂട്ടിരിപ്പുകാരിയായിട്ട് പോയ ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടത് അവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് മരണത്തോട് മല്ലിടുന്ന സമയത്ത് അവിടെ പത്രസമ്മേളനം നടത്തുകയായിരുന്നു ഈ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി. എൻ്റെ നാടായ കൊടുങ്ങല്ലൂരിൽ അവിടെ ആവറിൻ ബിനോയ് എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി പാമ്പ് കടിയേറ്റ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയതാണ്. ആൻറ്റിവെനസ് സ്ട്രോക്ക് ഉണ്ടായിട്ട് പോലും ആ കുട്ടിക്ക് അത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. ഒരു നടപടി പോലും ഈ നിമിഷം വരെ എടുക്കാൻ ഈ ആരോഗ്യവകുപ്പിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ എണ്ണി പറയാവുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിൽ അവിടെ ചികിത്സ കിട്ടാതെ ശ്വാസം മുട്ടി മരണപ്പെട്ട വ്യക്തിയുടെ ചിത്രം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് ആദിവാസി യുവതി പ്രസവത്തോടു കൂടി കുഞ്ഞു മരണപ്പെട്ട സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. എത്ര ഉദാഹരണങ്ങൾ എണ്ണി പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. അവരെല്ലാം മരണപ്പെട്ടു പോയ ആളുകളാണ്. അവരുടെയൊക്കെ ശരീരത്ത് റീത്ത് സമർപ്പിക്കപ്പെട്ടത് വേദനയോടും വ്യസനത്തോടും കൂടിയാണ്. ഇവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ റീത്താണ് സമർപ്പിച്ചത്. ഇതൊരു പ്രതികാരത്തിൻ്റെയോ CPM പ്രവർത്തകർ വെല്ലുവിളിച്ച് ഭയാശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു റീത്തല്ല. ആരോഗ്യ വകുപ്പ് നിശ്ചലമാണ്, അത് ജഡാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഒരു പ്രതിഷേധ റീത്ത് സമർപ്പിച്ചത്.